ആരോപണങ്ങളെല്ലാം അപമാനിക്കുന്നതിന് തുല്യം. ഞാനൊരു റോഡ് ഷോയും നടത്തിയിട്ടില്ല. അല്ലു അർജുൻ. പുഷ്പ 2 പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടൻ അല്ലു അർജുൻ. തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ഈ ആരോപണങ്ങളെല്ലാം തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും നടൻ പ്രതികരിച്ചു. ഒരുപാട് തെറ്റായ വിവരങ്ങൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ പാർട്ടിയെയോ മറ്റാരെയെങ്കിലുമോ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം വ്യക്തിഹത്യയാണ്. അപമാനിക്കപ്പെടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദയവായി നിങ്ങൾ എന്നെ വിലയിരുത്തരുത്. അന്ന് സംഭവിച്ച കാര്യത്തിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു. അല്ലു അർജുൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തിയേറ്റർ മാനേജ്മെന്റ് ആണ് അനുവാദം വാങ്ങിയത്. പോലീസ് വഴിയൊരുക്കിയതോടെയാണ് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചത്. ഞാൻ നിയമം അനുസരിക്കുന്ന പൗരനാണ്. അനുമതിയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോകുമായിരുന്നു. ഞാനൊരു റോഡ് ഷോയും നടത്തിയിട്ടില്ല. ഒരു പോലീസുകാരനും എന്നോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടില്ല. നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആൾക്കൂട്ടമുണ്ടെന്നും അവിടെ നിന്ന് പോകണമെന്നും എന്നോട് എന്റെ മാനേജറാണ് പറഞ്ഞത്. അല്ലു അർജുൻ വ്യക്തമാക്കുന്നു. പോലീസ് അനുമതി നിഷേധിച്ചിട്ടും ഡിസംബർ 4-ന് സന്ധ്യ തിയേറ്ററിൽ നടന്ന പുഷ്പ 2 എന്ന ചിത്രത്തിന്റെ പ്രീമിയർ ഷോയിൽ അല്ലു അർജുൻ പങ്കെടുക്കുകയായിരുന്നുവെന്ന തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് നടന്റെ പ്രതികരണം. അപ്രതീക്ഷിതമായി അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 35 വയസ്സുള്ള യുവതി മരിച്ചിരുന്നു. ഇവരുടെ 8 വയസ്സുകാരനായ മകൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിയേറ്ററിലേക്ക് വന്നപ്പോഴും പുറത്തേക്ക് പോയപ്പോഴും തന്റെ കാറിന്റെ സൺ റൂഫിലൂടെ അല്ലു അർജുൻ ആരാധകരെ അഭിവാദം ചെയ്തിരുന്നുവെന്നും താരത്തെ ഒരു നോക്കു കാണാനായി ആരാധകർ തിക്കും തിരക്കും കൂട്ടിയതോടെ അപകടം സംഭവിക്കുകയായിരുന്നുവെന്നും രേവന്ത് റെഡ്ഡി വ്യക്തമാക്കിയിരുന്നു. യുവതിയുടെ മരണശേഷവും തിയേറ്റർ വിടാതിരുന്ന അല്ലു അർജുനെ പോലീസ് നിർബന്ധിപ്പിച്ചാണ് പുറത്തിറക്കിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. AIM MLA അക്ബറുദ്ദീൻ ഉവൈസിയും അല്ലു അർജുനെതിരെ രംഗത്തെത്തിയിരുന്നു. ദാരുണ സംഭവത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റമാണ് നടന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇക്കാര്യം നടനെ അറിയിച്ചപ്പോൾ ഇനി ഏതായാലും സിനിമ ഹിറ്റായിക്കോളും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമെന്നും അക്ബറുദ്ദീൻ ആരോപിച്ചിരുന്നു. ഡിസംബർ 4-ന് സന്ധ്യ തിയേറ്ററിലാണ് ദാരുണ സംഭവം ഉണ്ടായത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള മുൻകരുതലും തിയേറ്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ അല്ലു അർജുനെയും തിയേറ്റർ ഉടമയെയും മാനേജരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്ന അല്ലു അർജുൻ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു.